നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരുവന്നൂരിലെ ED നടപടികൾ തുടക്കം മാത്രമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹം. കരുവന്നൂരിൽ നിന്ന് മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണം എത്തുമെന്നും ശരിയായ നടപടി ഉണ്ടാകുമെന്നും K. സുരേന്ദ്രൻ. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയെ കേരള സമൂഹം ചെറുക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. സഹകാരികൾ വലിയ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. കുളപ്പുളിയിൽ സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സമാപന സമ്മേളനം. പാലക്കാട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഴുപ്പലക്കൽ വീണ്ടും തെരുവിലേക്ക്. DCC പ്രസിഡന്റിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മതിലിലും പരിസരങ്ങളിലും. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗ്രൂപ്പ് ഭിന്നത പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വാടനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പരാതി. സർവീസ് റോഡിന്റെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രാദേശിക നേതൃത്വം. കേരളശ്ശേരി മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെമ്പോട്ടി പാലം തകർച്ചയിൽ. പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി. ചെറുതുരുത്തി പോലീസിന്റെ സാഹസിക നീക്കം. പോക്സോ പ്രതിയെ ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പിടികൂടി. അറസ്റ്റിലായത് ഒഡീഷ റായ്ഗാഡ് കർലഗാട്ടി സ്വദേശി 29 വയസ്സുള്ള മഹാദേവ് പാണി. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവ് പോലീസിന്റെ പിടിയിൽ. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകും. ആനയെ മയക്കുവെടിവെച്ചു. മയക്കുവെടിയേറ്റ കാട്ടാന വനപാലകരുടെ നിരീക്ഷണത്തിൽ. വാർത്തകൾ വിശദമായി. കരുവന്നൂരിലെ ED നടപടികൾ തുടക്കം മാത്രമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹമാണ്. കരുവന്നൂരിൽ നിന്നും മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണം എത്തുമെന്നും ശരിയായ നടപടിയുണ്ടാകുമെന്നും K. സുരേന്ദ്രൻ വ്യക്തമാക്കി. കരുവന്നൂരിലെ നടപടികൾ ഒരു തുടക്കം മാത്രമാണ്. കേരളത്തിലെ സഹകരണ കൊള്ളയ്ക്കെതിരായിട്ടുള്ള നിരന്തരമായ ഒരു നീക്കം തീർച്ചയായിട്ടും രാഷ്ട്രീയമായിട്ട് സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകരെ കൊള്ളയടിച്ച് തടിച്ചു കൊഴുത്ത ഭരണപ്രതിപക്ഷ നേതാക്കന്മാരുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ നടന്ന കൊള്ളയ്ക്കെതിരായിട്ടുള്ള വലിയൊരു പരിശ്രമം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നടക്കുകയാണ്. ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറിയുടെ പേരിലുള്ള അനധികൃത സ്വത്ത് സമ്പാദ്യങ്ങളെല്ലാം ED കണ്ടുകെട്ടിയിരിക്കുകയാണ്. ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. സഹകരണ പ്രസ്ഥാനത്തിനെതിരായ ഗൂഢാലോചനയെ കേരള സമൂഹം ഒറ്റക്കെട്ടായി ചേർക്കുമെന്ന് കായിക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാൻ. സഹകാരികൾ വലിയ ജാഗ്രത പാലിക്കേണ്ട കാലമാണിതെന്നും മന്ത്രി പറഞ്ഞു. കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ സഹകരണ മേഖല ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനം നൽകുന്ന ഒരു മേഖലയാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന്റെ പ്രത്യേകത സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നായി സഹകരണ പ്രസ്ഥാനം മാറുക എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും ഒരു നാണയ സംഘമായി തുടങ്ങിയിട്ടുള്ള സഹകരണ സംഘങ്ങൾ ഇന്ന് രാജ്യത്ത് തന്നെയുള്ള ദേശാന്തര ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനവും നൽകുന്ന രീതിയിലേക്ക് ഇതിന്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. ചടങ്ങിൽ ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി K. വിനോദ് മേനോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് മുഖ്യാതിഥിയായിരുന്നു. വജ്ര ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് ഇക്കഴിഞ്ഞ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ ബാങ്ക് പ്രവർത്തന പരിധിയിലുള്ള വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരിക്കൽ ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി നിർവഹിച്ചു. ഷൊർണൂർ SCB പ്രസിഡന്റ് P. നാരായണൻ മാസ്റ്റർ, ബാങ്ക് മുൻ പ്രസിഡന്റ് N. ജയപാൽ, KT ജോർജ്, വിജയപ്രകാശ് ശങ്കർ, KC സോമൻ, C. രുക്മിണി ടീച്ചർ, P. താഹിർ,
CP ജയൻ, T നാരായണൻകുട്ടി, P അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാനംകുറിശ്ശിയിൽ റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ മന്ദഗതിക്കും തകർച്ചയ്ക്കുമെതിരെ BJP പ്രതിഷേധം. പട്ടാമ്പി MLAയുടെ കഴിവുകേടാരോപിച്ച പ്രദേശത്ത് BJP പ്രവർത്തകർ പ്രകടനവും പൊതുയോഗവും നടത്തി. മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണിത സർവീസ് റോഡ് തകർച്ചയിലായത് വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനാണ് വഴി തുറന്നിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഞായറാഴ്ച ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രാദേശിക നേതൃത്വവും പ്രതിഷേധ സമരവുമായി രംഗത്തുവന്നു. പട്ടാമ്പി MLAയും ഓങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണാധികാരികളും അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്ന് വാടാനംകുറിശ്ശിയിലെ BJP 142 ബൂത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ശ്രീനാരായണ പരിസരത്ത് നിന്നാണ് പ്രതിഷേധ പ്രകടനം ആരംഭിച്ചത്. പ്രതിഷേധ യോഗം BJP പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് KV ജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഏത് യോഗത്തിലും സംസാരിക്കുന്ന സമയത്ത് ഈ മേൽപ്പാലം എന്ന് പറയുന്നത് ഞാനാണ് കൊണ്ടുവന്നത്, ഈ മേൽപ്പാലത്തിന്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഈ മേൽപ്പാലത്തിന് റെയിൽവേ വകുപ്പ് കൃത്യമായിട്ട് സമയാസമയത്ത് ഫണ്ട് അനുവദിച്ചിട്ടും ഈ മേൽപ്പാലത്തിന്റെ കൃത്യമായിട്ടുള്ള ആ നിർമ്മാണം സമയബന്ധിതമായി നടപ്പാക്കുന്നതിൽ പട്ടാമ്പിയുടെ MLA മുഹമ്മദ് മുഹസിൻ ഒരു പരാജയമാണ് എന്ന് തുറന്ന് സമ്മതിക്കുന്ന രീതിയിലാണ് ഈ വാടാനംകുറിശ്ശിയിലെ സംഭവവികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. BJP പട്ടാമ്പി മണ്ഡലം സെക്രട്ടറി RC ബാബു, മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ഗോപിദാസ്, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, ബൂത്ത് കമ്മിറ്റി അംഗങ്ങളായ ശങ്കുരാജ്, രതീഷ്, പ്രസാദ് ബാബു, ഷരുൺ, സത്യരാജ് എന്നിവർ നേതൃത്വം നൽകി. റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കാൻ നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ തുടരുമെന്ന് BJP പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. സർവീസ് റോഡിന്റെ തകർച്ചയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നും BJP പ്രാദേശിക നേതൃത്വം ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരളശ്ശേരി മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെമ്പോട്ടി പാറപ്പാലം തകർച്ചയിൽ. ദിനംപ്രതി നിരവധി വാഹനങ്ങളാണ് ഈ വഴി കടന്നുപോകുന്നത്. പാലത്തിന്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. തോട്ടുപാലത്തിന്റെ അടിഭാഗം തകർച്ചയിലാണ്. കല്ലുകൾ അടർന്നു വീണ് താഴെ കിടപ്പുണ്ട്. പാലത്തിന്റെ മേൽഭാഗത്തും ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. ശക്തമായ വെള്ളം തോട്ടിലൂടെ ഒഴുകിയെത്തിയാൽ പാലം നിലംപൊത്തും. വലിയ ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി വന്നാലും അപകടം ഉറപ്പാണ്. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് സാധ്യത ഏറെയാണ്. അടിപ്പാലം കരിങ്കല്ലുകൾ തകർന്നും കിടപ്പുണ്ട്. ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് BJP ആവശ്യപ്പെട്ടു. ചെമ്പോട്ടിപ്പാറ എന്ന പാലം വളരെ കാലമായിട്ട് മുന്നിൽ നിർമ്മിച്ചൊരു പാലമാണ്. ആ പാലം ഇപ്പോൾ അവസ്ഥ വളരെ മോശമായിരിക്കുകയാണ്. ഇതിൻ്റെ മുന്നിൽ പല ഒപ്പിക്കൽ പണി ചെയ്തിട്ടുണ്ടെങ്കിലും അതൊന്നും ഉപകാരപ്പെടാണ്ട് ഇപ്പോൾ നിലവിൽ ആ പാലത്തിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞിറക്കുകയാണ്. അപ്പോൾ അത് നേരാക്കുകയാണെങ്കിൽ നിലവിൽ ചെറിയൊരു ബഡ്ജറ്റിൽ പറ്റാവുന്നൊരു കാര്യമുള്ളൂ. പക്ഷെ അത് പഞ്ചായത്ത് കമ്മിറ്റി, BJP പഞ്ചായത്ത് കമ്മിറ്റി നമ്മുടെ പഞ്ചായത്തിൽ, കേരളശ്ശേരി പഞ്ചായത്തിൽ അറിയിക്കുകയും പരാതി കൊടുത്തിട്ടുണ്ട്. രേഖാമൂലം പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഇതുവരെ ഒരു നടപടിയായിട്ടില്ല. അപ്പോൾ പരാതി കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി. ആ പരാതി കൊടുത്തതിൻ്റെ നടപടികളൊന്നും സ്വീകരിക്കാത്തതിൻ്റെ മേലെയാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധം, അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പോൾ ഈ പാലം നേരാക്കാനും ഇത് അതിൻ്റേതായ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിനുള്ളൊരു നടപടി സ്വീകരിക്കണമെന്നും, ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്നതും സ്കൂളുകൾ, മറ്റു പരിസരവാസികൾ എല്ലാവർക്കും ഇതൊരു രണ്ട് പഞ്ചായത്തിനും കൂടി ബന്ധിക്കുന്ന ഒരു പാലമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഭാരതപ്പുഴയിൽ കാണാതായ വ്യക്തിക്കായി തിരച്ചിൽ നടത്തുന്നതിനിടെ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ അപകടത്തിൽപ്പെട്ടു. സഹപ്രവർത്തകർ ചേർന്നാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ശനിയാഴ്ച വൈകിട്ട് 3 മണിയോടെ ചെറുതുരുത്തി കൊച്ചി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ വ്യക്തിക്കായുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ അപകടത്തിൽപ്പെട്ടത്. സീനിയർ ഓഫീസർ 36 വയസ്സുള്ള രഞ്ജിത്ത് രവീന്ദ്രൻ, ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച 54 വയസ്സുള്ള രമേശ് ബാബു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. തിരച്ചിൽ നടത്തുന്നതിനിടെ വെള്ളത്തിന്റെ ശക്തമായ കുത്തൊഴുക്കുണ്ടായതാണ് അപകടത്തിന് കാരണമായത്. ശക്തമായ ഒഴുക്കിൽ രഞ്ജിത്ത് രവീന്ദ്രൻ ചുഴിയിൽപ്പെടുകയായിരുന്നു. സഹപ്രവർത്തകർ കയറിട്ട് കൊടുത്തെങ്കിലും ഒഴുക്കിൽ പിന്നെയും ഏറെ ദൂരം മുന്നോട്ടു പോയി.
രമേഷ് ബാബു പുഴയിലേക്ക് ചാടിയാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഇദ്ദേഹത്തിന്റെ കാലിന് പരിക്കേറ്റു. അഗ്നിരക്ഷാസേന ഓഫീസർ AM ഫാഹിദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനൊപ്പം മുങ്ങൽ വിദഗ്ധൻ നിഷാദ് വരവൂരുമുണ്ടായിരുന്നു. പുഴയിൽ ചാടിയെന്ന് സംശയിക്കുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങളും ഞായറാഴ്ച സ്ഥലത്തെത്തിയിരുന്നു. പുഴയിൽ വ്യാപകമായി തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിലും ഞായറാഴ്ച വൈകുന്നേരം വരെ കാണാതായ വ്യക്തിയെ കണ്ടെത്താനായിട്ടില്ല. ശക്തമായ ഒഴുക്ക് രക്ഷാപ്രവർത്തനത്തിന് വലിയ പ്രതിസന്ധിയാകുന്നുണ്ടെന്ന് ഓഫീസർ AM ഷാഹിദ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പാലക്കാട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഴുപ്പലക്കൽ വീണ്ടും തെരുവിലേക്ക്. DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെ DCC ഓഫീസ് മതിലിലും പരിസരങ്ങളിലും പോസ്റ്റർ പതിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വഴക്കാണ് വീണ്ടും തെരുവിലേക്കെത്തിയത്. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചുകൊണ്ടാണ് ഗ്രൂപ്പ് പോര് വീണ്ടും തെരുവിലേക്ക് എത്തിയത്. DCC പ്രസിഡന്റ് A തങ്കപ്പനെതിരെയാണ് ഒരു വിഭാഗം വ്യാപകമായി രംഗത്തുള്ളത്. പ്രസിഡന്റിനെതിരെ DCC ഓഫീസ് മതിലിലും പരിസരത്തും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൽ രൂപം കൊണ്ട ഗ്രൂപ്പ് വഴക്കാണ് വീണ്ടും തെരുവിലേക്കെത്തിയത്. തെരഞ്ഞെടുപ്പ് വേളയിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത സമയത്ത് DCC പ്രസിഡന്റ് ഇടപെട്ട് പരിഹാരമാർഗം കണ്ടില്ലെന്ന് ആക്ഷേപമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷവും DCC പ്രസിഡന്റിനെതിരെ നഗരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ DCC യോഗത്തിൽ നേരത്തെ തർക്കമുണ്ടായിരുന്നു. ഒരംഗം ഇക്കാര്യം ഉന്നയിച്ച് പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. പാലക്കാട് നിയോജക മണ്ഡലം നിലനിർത്തേണ്ടത് അനിവാര്യവും അഭിമാന പ്രശ്നവുമാണെന്നിരിക്കെയാണ് DCC പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദേശമദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിതരണത്തിന് സഹായിക്കാമെന്നും പറഞ്ഞ് 3.25 കോടി രൂപയുടെ തട്ടിപ്പ്. പട്ടാമ്പിക്കടുത്ത് വാവന്നൂർ സ്വദേശിയുടെ പരാതിയിൽ 2 പേർ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. വിദേശമദ്യം നിർമ്മിച്ചു നൽകാമെന്നും വിദേശമദ്യത്തിന്റെ വിവിധ ബ്രാൻഡുകൾ കേരള ബിവറേജസ് കോർപ്പറേഷന് വിതരണം ചെയ്യാനായി അവകാശമെടുത്തു നൽകാമെന്നും പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ പഞ്ചാബ് സ്വദേശി കരുൺ കൗറ, എറണാകുളം സ്വദേശി ശ്രീകുമാർ എന്നിവരാണ് പിടിയിലായത്. 74 ലക്ഷം രൂപയാണ് കൂറ്റനാട് തെക്കേ വാവന്നൂർ സ്വദേശി മനോജിന്റെ പക്കൽ നിന്നും പ്രതികൾ കൈപ്പറ്റിയത്. 2022 സംഭവം നടക്കുന്നത്. പിന്നീട് കരാർ പ്രകാരം ഒന്നും നടപ്പാക്കാതിരിക്കുകയും കൊടുത്ത പണം തിരികെ ലഭിക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് മനോജ് പട്ടാമ്പി പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 2 വർഷത്തിന് ശേഷം പ്രതികൾ പിടിയിലാകുന്നത്. കരുൺ ഡൽഹിയിൽ വെച്ചും ശ്രീകുമാർ എറണാകുളത്ത് വെച്ചുമാണ് പിടിയിലാകുന്നത്. കരുണിനെതിരെ സമാന പരാതിയിൽ 12 കേസുകളുമുണ്ട്. പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ഹാജരാക്കി. പോലീസ് SHO NB ഷൈജു, SI KP ജയരാജ്, ASI NS മണി, CPO അൻവർ സാദത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പോക്സോ കേസ് പ്രതിയെ ഒഡീഷയിൽ നിന്നും പിടികൂടി ചെറുതുരുത്തി പോലീസ്. ഒഡീഷയിലെ റായ്ഗഡ് ജില്ലയിലെ കർലഘാട്ടി സ്വദേശിയായ 29 വയസ്സുകാരൻ മഹാദേവ് പാണിനെയാണ് ഒരാഴ്ചയോളം നീണ്ടുനിന്ന സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ ചെറുതുരുത്തി പോലീസ് പിടികൂടിയത്. ഇൻസ്പെക്ടർ ബോബി വർഗീസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ് A ജയകൃഷ്ണൻ, ഹോംഗാർഡ് ജനുമോൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ പ്രതി പിടിയിൽ. ഷൊർണൂർ മുണ്ടായ സ്വദേശി 22 വയസ്സുള്ള രാകേഷിനെയാണ് ചെറുതുരുത്തി CI ബോബി വർഗീസിന്റെ നേതൃത്വത്തിൽ അതിസാഹസികമായി പിടികൂടിയത്. കഴിഞ്ഞ ദിവസം 17 വയസ്സ് പ്രായമുള്ള 2 വിദ്യാർത്ഥികൾ ചെറുതുരുത്തി സ്കൂൾ പരിസരത്ത് കഞ്ചാവ് വലിച്ചിരിക്കുന്നത് പോലീസ് കണ്ടതിനെ തുടർന്ന് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഷൊർണൂർ സ്വദേശിയായ രാകേഷാണ് കഞ്ചാവ് നൽകിയതെന്ന് അറിയാൻ സാധിച്ചത്. പ്രതിയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ശനിയാഴ്ച വൈകുന്നേരം 5:30 ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രതിയുടെ മൊബൈൽ ടവർ കണ്ട പോലീസ് റെയിൽവേ സ്റ്റേഷന് സമീപം എത്തിയപ്പോഴാണ് കഞ്ചാവുമായി എത്തിയ പ്രതിയെ കണ്ടത്. പോലീസിനെ കണ്ടതും ഓടിമാറിയ പ്രതിയെ പിന്തുടർന്നാണ് പോലീസ് പിടികൂടിയത്. നീണ്ട നേരം നടത്തിയ പരിശ്രമത്തിനൊടുവിൽ വൈകുന്നേരം 6:30 പ്രതിയെ പോലീസ് പിടികൂടിയത്. പ്രതിയെ പിടികൂടുമ്പോൾ സഞ്ചിയിൽ കുറച്ച് കഞ്ചാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെന്നും പിന്തുടരുന്ന വേളയിൽ പ്രതി ഉപേക്ഷിച്ചതായിരിക്കാമെന്നും പോലീസ് പറഞ്ഞു. SI വിനു, CPOമാരായ ഗിരീഷ്, SPO അനൂപ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ അറിയിച്ച് മുന്നറിയിപ്പ് നൽകി പോലീസ് വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മന്ത്രി MB രാജേഷ് വാടനംകുറിശ്ശിയിലെ ഭരത് ബാലൻ K നായരുടെ വീട് സന്ദർശിച്ചു.
ബാലൻ കെ നായരുടെ ഇളയ മകൻ അജയകുമാറിന്റെ നിര്യാണത്തിൽ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാനും അനുശോചനം നേരിട്ട് അറിയിക്കാനുമാണ് മന്ത്രി എത്തിയത്. ബാലൻ കെ നായരുടെ ഭാര്യ ശാരദ, മരിച്ച അജയകുമാറിന്റെ ഭാര്യ നിഷ, മക്കളായ അർജുൻ, ഗോപികൃഷ്ണൻ, ജ്യേഷ്ഠ സഹോദരന്മാരായ RB അനിൽകുമാർ, RB മേഘനാഥൻ എന്നിവരോട് ദുഃഖത്തിൽ പങ്കുചേരുന്നതായി മന്ത്രി അറിയിച്ചു. മണ്ണാർക്കാട് കോട്ടപ്പാടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടിവെച്ചു. തിരുവിഴാംകുന്ന് ഇരട്ടവാരി കരടിയോട് ഭാഗത്താണ് സംഭവം. മയക്കുവെടിയേറ്റ കാട്ടാനയെ വനപാലകർ നിരീക്ഷിച്ചു വരികയാണ്. ഞായറാഴ്ച രാവിലെ 10:30-ക്കാണ് അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡ് എബ്രഹാമിനെ സ്ഥലത്തെത്തിച്ച് ആനയെ മയക്കുവെടി വെച്ചത്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി ഈ ആന ജനവാസ മേഖലയിലുണ്ട്. രാവിലെ കരിയോട് ഭാഗത്ത് ആനയെ കണ്ട നാട്ടുകാർ വനം വകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. വനപാലകരെത്തി ആനയെ നിരീക്ഷിച്ചപ്പോഴാണ് കാലിലെ പരിക്ക് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ചികിത്സ നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. മയക്കുവെടിയേറ്റ കാട്ടാന സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെത്തി നിലയുറപ്പിച്ചു. ആന മയങ്ങിയ ശേഷം ചികിത്സ നൽകി കാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നതായാണ് വിവരം. മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ N. സുബൈർ, തിരുവിഴാംകുന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ, സൈലന്റ് വാലി റേഞ്ച് എന്നിവിടങ്ങളിൽ നിന്നുള്ള വനപാലകരും ദ്രുത പ്രതികരണ സേനാംഗങ്ങളും പോലീസും സ്ഥലത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാലവർഷക്കെടുതിയിൽ വില്ലനായി പാതയോരങ്ങളിലെ വൻമരങ്ങൾ. പറളിയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ യാത്രക്കാരെ ഭീതിയിലാക്കുന്നു. സംസ്ഥാന പാതയിൽ എടത്തറ 5 മൈൽ മുതൽ തേനൂർ വരെ 6 കിലോമീറ്റർ ദൂരപരിധിയിലാണ് പാതയുടെ ഇരുവശങ്ങളിലും മരങ്ങളും അവയുടെ കൊമ്പുകളും സംസ്ഥാന പാതയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പറളി ചെക്ക് പോസ്റ്റിന് സമീപം മരം കടപുഴകി റോഡിലേക്ക് വീണിരുന്നു. തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത്. അപകട ഭീഷണിയായി വീടുകൾക്ക് സമീപമുള്ളതും പാതകളിലേക്ക് ചരിഞ്ഞു നിൽക്കുന്നതുമായ മരങ്ങൾ ഉടൻ മുറിച്ചു നീക്കണമെന്ന് കലക്ടറുടെ ഉത്തരവുണ്ടെങ്കിലും പറളി മേഖലയിലെ അപകട ഭീഷണിയായ മരങ്ങൾ നീക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് മുസ്ലിം ലീഗ് പറളി മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഉത്രാളിക്കാവ് പൂരത്തിനുള്ള ദേവസ്വത്തിന്റെയും ടൂറിസത്തിന്റെയും ധനസഹായം വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയം. എങ്കക്കാട് ദേശത്തിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് പ്രമേയത്തിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനുമുള്ള പ്രയാസങ്ങൾ ലഘൂകരിക്കണമെന്ന ആവശ്യവും പ്രമേയത്തിലുണ്ട്. ഉത്രാളിക്കാവ് പൂരം എങ്കക്കാട് ദേശത്തിന്റെ ജനറൽ ബോഡി യോഗത്തിലാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ച പ്രമേയം അവതരിപ്പിച്ചത്. ജനറൽ ബോഡി യോഗത്തോടനുബന്ധിച്ച് എങ്കക്കാട് ദേശത്തിന്റെ 2025 വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പും നടന്നു. പുതിയ പ്രസിഡന്റായി TP ഗിരീശനെയും ജനറൽ സെക്രട്ടറിയായി PR സുരേഷ് കുമാറിനെയും ട്രഷററായി MP പ്രമോദ് കുമാറിനെയും യോഗം തെരഞ്ഞെടുത്തു. പ്രമേയം ദേവസ്വം, ടൂറിസം വകുപ്പുകൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. എല്ലാവരുടെ വലിയൊരു കൂട്ടായ്മയാണ് നമ്മൾ അവസാന നിമിഷത്തിൽ കണ്ടത്. ഇവിടെ കുറെ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും, തർക്കിച്ച ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ച് ഒന്നായി പോകാൻ വേണ്ടി, വളരെ സന്തോഷത്തോടു കൂടി ഞാനിത് സ്വീകരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെല്ലിന്റെ ഉൽപാദന ബോണസ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ. ഓരോ വർഷവും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വെട്ടിക്കുറച്ച് കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശിവരാജം, ജില്ലാ സെക്രട്ടറി ഗജാക്ഷൻ എന്നിവർ പറഞ്ഞു. 2020-21 സാമ്പത്തിക വർഷത്തിൽ കേന്ദ്ര സർക്കാർ നെല്ല് കിലോയ്ക്ക് ഉൽപാദന ബോണസായി 8.80 രൂപയാണ് വർദ്ധിപ്പിച്ചത്. പിന്നീടുള്ള ഓരോ വർഷവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ആനുപാതികമായി സംസ്ഥാന സർക്കാർ വർദ്ധിപ്പിച്ചില്ലെന്നു മാത്രമല്ല, കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ച തുക പോലും കർഷകർക്ക് നൽകാതെ കഷ്ടപ്പെടുത്തുകയാണ് ചെയ്തതെന്നും ഈ സാമ്പത്തിക വർഷവും കേന്ദ്ര സർക്കാർ 1.17 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും സംസ്ഥാന സർക്കാർ താങ്ങുവില ഉയർത്തുന്ന വിഷയത്തിൽ മൗനത്തിലാണെന്നും അതിനും പുറമെ കഴിഞ്ഞ 1-ാം വിളയുടെയും 2-ാം വിളയുടെയും നെല്ല് കൊടുത്ത പണം ലഭിച്ചിട്ടില്ലെന്നും കർഷകർ മഹാദുരിതത്തിലാണെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ശിവരാജ്യം വ്യക്തമാക്കി. ഇത്തവണത്തെ 1-ാം വിളയിറക്കാൻ സാമ്പത്തിക ചെലവിന് വഴി കാണാതെ മിക്ക കർഷകരും കൃഷി ഉപേക്ഷിക്കാനുള്ള അവസ്ഥയിലാണെന്നും നേതാക്കൾ പറഞ്ഞു. ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടുന്നതിനനുസരിച്ച് ആനുപാതികമായ ഒരു കുറവാണ് ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്നത്. ഉൽപാദന ബോണസ് എന്നുള്ള നിലയിൽ 2021 കാലഘട്ടത്തിൽ 8 രൂപ 80 പൈസ വർദ്ധിപ്പിച്ചതിന് ശേഷം
വീണ്ടും ഓരോ സാമ്പത്തിക വർഷവും കേന്ദ്ര ഗവൺമെന്റ് ഒരു നിശ്ചിത സംഖ്യ വർദ്ധിപ്പിക്കുമ്പോൾ ആ വർദ്ധിപ്പിക്കുന്ന സംഖ്യ കർഷകന് കൊടുക്കാതെ ഗവൺമെന്റ് കർഷകനെ പറ്റിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. ഈ സാമ്പത്തിക വർഷവും ഏറെക്കുറെ ₹1.17 കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചപ്പോൾ ഈ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഒരക്ഷരം ഇന്നുവരെ മിണ്ടിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മനുശ്ശേരിയിൽ ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ BMS വാർഷിക സമ്മേളനം നടന്നു. BMS ജില്ലാ സെക്രട്ടറി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. മനുശ്ശേരി പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗിലെ വാസുദേവൻ നമ്പീശൻ നഗറിലായിരുന്നു വാർഷിക സമ്മേളനം. നമ്മളൊരു വാർഷിക സമ്മേളനം എന്നുള്ളത് ഒരു സംഘടനയുടെ ഒരു വർഷത്തെ വിലയിരുത്തലും ആ സംഘടനയുടെ പോരായ്മകൾ ചർച്ച ചെയ്തുകൊണ്ട് അടുത്ത സംഘടനാ വർഷം നമ്മൾ ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന നയരൂപീകരണത്തിൻ്റെ ഒരു വേദിയാണ്. നമ്മുടെ പരാതികൾ അവിടെ പരിഗണിക്കണം, നമ്മുടെ പോരായ്മകൾ ചർച്ച ചെയ്യണം. കെ ആനന്ദൻ അധ്യക്ഷത വഹിച്ചു. രാജേശ്വരി സ്വാഗതം പറഞ്ഞു. BPEA സർക്കിൾ സെക്രട്ടറി KC ധനേഷ് മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് വിശ്വനാഥ പുലവരെ ചടങ്ങിൽ ആദരിച്ചു. SSLC +2 ജേതാക്കൾക്കുള്ള അനുമോദനവുമുണ്ടായി. KV അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർക്കിൾ പ്രസിഡന്റ് P രാജേഷ്, പോസ്റ്റ്മാൻ ആൻഡ് MTS സെക്രട്ടറി വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ബാലഗോകുലം ഒറ്റപ്പാലം ജില്ലാ വാർഷിക സമ്മേളനം നടന്നു. പട്ടാമ്പി CGM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി സിനിമാ താരം പട്ടാമ്പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 50 വർഷത്തിലേക്ക് കടക്കുകയാണ്. ബാലഗോകുലം ഒരുപാട് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ബാലഗോകുല പ്രവർത്തനം, ബാലഗോകുല ശൈലി, ചിന്തയെല്ലാം. അതുകൊണ്ട് തന്നെയൊക്കെ ആയിരിക്കാം നമ്മുടെ ഉള്ളിൽ കുട്ടികാത്ത കൊതിയായി മാറ്റിവെച്ച അഭിനയകല തുടർന്ന് കൊണ്ടുപോകാൻ ഇന്നും അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ പ്രശസ്തനായ ഒരു സിനിമാകാരനല്ല. ആരെങ്കിലും എൻ്റെ സിനിമ കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കണ്ടവരുണ്ട്? ആയില്ല, സന്തോഷമാണ്. കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ. പട്ടാമ്പി തിയേറ്ററിലൊക്കെ കളിച്ചിട്ടുണ്ട് ഒരുപാട് സിനിമകൾ, എല്ലാവരും കണ്ടിട്ടില്ലേ? അപ്പോൾ വളരെ ചെറിയ രീതിയിലുള്ള വേഷങ്ങളോടുകൂടി അത്യാവശ്യം സ്ക്രീൻ പ്രസൻസ് കിട്ടുന്ന സിനിമകളെ അഭിനയിക്കാൻ കഴിഞ്ഞു തന്നെ എൻ്റെ ഭാഗ്യമായി കരുതുന്നു. ബാലഗോകുലം ജില്ലാ ഖജാൻജി ബാലചന്ദ്രൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ അധ്യക്ഷൻ രതീഷ് മാസ്റ്റർ അധ്യക്ഷനായി. പ്രശസ്ത സയന്റിസ്റ്റ് കൃഷ്ണൻ വിശിഷ്ട അതിഥിയായി. ബാലഗോകുലം ജില്ലാ കാര്യദർശി PS ഹരീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബാലഗോകുലം സംസ്ഥാന നിർവാഹക സമിതി അംഗം K മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ഉപാധ്യക്ഷ വിദ്യ ടീച്ചർ പരിപാടിക്ക് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2024-25 വർഷത്തെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അത് അവരോടുള്ള അവകാശത്തിന് കൈവയ്ക്കലായി മാറുക. എല്ലാവരും ആഗ്രഹിച്ച് പേപ്പർ വായിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്രാമസഭകളിൽ ഈ ഫോം ഒരിക്കൽ കൂടി നമ്മൾ വിതരണം ചെയ്യും. പിന്നെ എന്തിനാണ് ഇത്ര ധൃതി പിടിച്ച് ഈ അച്ഛനിൽ ഈ സംഭവം നടത്തിയതെന്ന് ചോദിച്ചാലുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ, മങ്കര ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് വേണം ഇന്ന് പ്രഖ്യാപിക്കുക, നാളെ വേണം നാളെ പ്രഖ്യാപിക്കുക. അതാണ് ഞാൻ പറഞ്ഞ സെക്രട്ടറിയും ഹെഡ് ക്ലർക്കും അതിന്റെ ക്ലാസ്സിന് വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട്. പഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക അധ്യക്ഷയായി. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരണം നടത്തി. അനിത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ EP സുരേഷ്, KV രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭരണസമിതി അംഗങ്ങൾ, നിർവാഹക സമിതി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഏറ്റവും വലിയ സൗന്ദര്യം ആരോഗ്യമാണെന്ന് മന്ത്രി P പ്രസാദ്. എലപ്പുള്ളിയിൽ പാഠം 1 പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ജൈവ നെൽകൃഷി നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബാഹ്യ സൗന്ദര്യത്തിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്ന മലയാളി ആരോഗ്യത്തിനു വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് മന്ത്രി P പ്രസാദ് ചൂണ്ടിക്കാട്ടി. 25,000-ലേറെ കൃഷിക്കൂട്ടങ്ങൾ സംസ്ഥാനത്ത് നിലവിലുണ്ട്. കൃഷിക്കൂട്ടങ്ങളിലൂടെ കർഷകരിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. പൈതൃകം കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് പാഠം 1 പാടത്തേക്ക് പദ്ധതിയുടെ ഭാഗമായി
വിദ്യാർത്ഥികളുടെ ജൈവ നെൽകൃഷി നടീൽ ഉത്സവം സംഘടിപ്പിച്ചത്. ഇന്ന് ഈ പരിപാടിക്ക് വരാൻ വേണ്ടിയിട്ട് എത്ര നേരം നമ്മൾ കണ്ണാടിക്ക് മുമ്പിൽ നോക്കി കാണും? കണ്ണാടിക്ക് മുമ്പിൽ നോക്കിയില്ലെങ്കിൽ നമ്മൾ ഈ പരിപാടിക്ക് ഇറക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഭുവനേശ്വരി അമ്മയുടെ ബോർഡ് വെച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുങ്ങി റെഡിയായി വരണം, അല്ലാത്തവർക്ക് എൻ്റെ വീട്ടിൽ പ്രവേശിക്കും. പക്ഷെ എങ്കിലും പാടത്തേക്ക് ഇറങ്ങുകയാണ് എവിടെയാലും മലയാളി പറയും ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറയും. അതൊന്ന് ഒരുങ്ങുക എന്നുള്ളത്, ആ ഒരുങ്ങൽ എന്നത് നമ്മുടെ സൗന്ദര്യത്തെ കണക്കുകൂട്ടിയാണ്. എല്ലാവരും അവരവരുടെ സൗന്ദര്യത്തിൻ്റെ അടുത്ത് ഏറ്റവും വലിയ, ഞാൻ ഈ കുഞ്ഞുങ്ങൾ കേൾക്കാൻ വേണ്ടിയാണ്, ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമാണ്. അതിനേക്കാൾ വലിയൊരു സൗന്ദര്യം വേറെയില്ല. അത് ആന്തരിക സൗന്ദര്യമാണ്. ബാഹ്യ സൗന്ദര്യത്തിന് വേണ്ടി ലക്ഷങ്ങൾ പൊടിക്കാൻ മടിയില്ലാത്ത മലയാളി ആന്തരിക സൗന്ദര്യം അഥവാ ആരോഗ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് രോഗങ്ങൾ കൂടുന്നതിന്റെ കാരണമായി വരുന്നത്. ആന്തരിക സൗന്ദര്യം ആരും കാണുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. പിന്നെ അറിയുന്നത്, അത് പരിഹരിക്കുന്ന ഡോക്ടർമാർക്കാണ് പിന്നെ പറ്റുക. കർഷകശ്രീ അവാർഡ് ജേതാവ് എലപ്പുള്ളി മരുതി ഗാർഡനിൽ പി ഭുവനേശ്വരിയുടെ കൃഷിയിടത്തിലായിരുന്നു പരിപാടി. മലമ്പുഴ MLA എ പ്രഭാകരൻ, എലപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം M പത്മിനി, ഓയിസ്ക സൗത്ത് ഇന്ത്യ ചാപ്റ്റർ ഡയറക്ടർ ഡോക്ടർ N ശുദ്ധോധനൻ, ആത്മ ഡയറക്ടർ PA ഷീന, കൃഷി ഓഫീസർ BS വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നാടൻപാട്ട് കലാകാരൻ ജനാർദ്ദനൻ പുതുശ്ശേരിയുടെ നാടൻപാട്ടുകൾ നടീലുത്സവത്തിൽ ആവേശമായി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിദ്യാർത്ഥികളുടെ വളർച്ച സമൂഹത്തിന് ഏറെ ഗുണകരമാണെന്നും നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്നും VK ശ്രീകണ്ഠൻ MP. തൃത്താല സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അൺലിമിറ്റഡ്, ഒരു പരിധിയില്ലാതെ കുട്ടികൾക്ക് അനന്തവിഹായത്തിൽ വിജ്ഞാനത്തിൻ്റെ പാറി പറക്കാനുള്ള നല്ല അവസരങ്ങളുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ നല്ലൊരു വിഭാഗം കുട്ടികൾ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കും. മറ്റ് സംസ്ഥാനത്തൊക്കെ പോകുമെന്ന് വെച്ചാൽ ഒരു ഭയോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു മടിയോ ഒന്നുമില്ല. കുട്ടികൾ അവർ സ്വതന്ത്രരാണ്. ഇപ്പോൾ അവർക്ക് ഒരു സംശയം അധ്യാപകരോടില്ല, മാതാപിതാക്കളോട്. ഇപ്പോൾ തിരിച്ചായി മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ വീട്ടിൽ അവരോടാ ചോദിക്കുക, ഇതെന്താ, അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ പോകും, അതെങ്ങനെ വരുത്തും എന്നൊക്കെ ചോദിക്കുന്ന ആരാ? കുട്ടികളോട് മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു കാലമാണ്. നേരെ തിരിഞ്ഞു കാര്യങ്ങൾ. അപ്പം നമ്മളെ നയിക്കുന്നത് ആരാണ്? പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. 2024 വർഷത്തിൽ തൃത്താല പഞ്ചായത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും തൃത്താലയിലെ അധ്യാപകനും എഴുത്തുകാരനുമായ VT വാസുദേവൻ മാസ്റ്ററെയുമാണ് ആദരിച്ചത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് M അഷ്റഫ് അലി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് KV മരക്കാർ അധ്യക്ഷനായി. മുൻ MLA VT ബൽറാം മുഖ്യ അതിഥിയായി. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PEA സലാം മാസ്റ്റർ, കുമരനല്ലൂർ SCB പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി മാസ്റ്റർ, ആനക്കര മാർക്കൻഡൻ സൊസൈറ്റി പ്രസിഡന്റ് PM അസീസ്, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ MC സത്യൻ, M മണികണ്ഠൻ, KV ഹിളർ, വാർഡംഗം സുജാത തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ E രാജേഷ് ചടങ്ങിന് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള യുക്തിവാദി സംഘം പാലക്കാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യുക്തിചിന്തയും ശാസ്ത്രീയ വീക്ഷണവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പാലക്കാട് KSTA ഹാളിൽ നടന്ന സെമിനാർ കാലിക്കറ്റ് സർവകലാശാല വിദൂര വിദ്യാഭ്യാസ അസിസ്റ്റന്റ് പ്രൊഫസർ TP ഷിഹാബുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ A രാമകൃഷ്ണൻ കുഴൽമന്നം അധ്യക്ഷനായി. സാമൂഹിക ജീവിതം ആരംഭിച്ചതു മുതൽ യുക്തിപരമായാണ് മനുഷ്യൻ ചിന്തിച്ചതും കാര്യങ്ങളെ കണ്ടതും. എന്നാൽ അതിനെ ശാസ്ത്രീയമായി നിരീക്ഷിക്കുമ്പോൾ മാത്രം വസ്തുതാപരമായി മാറുന്നുവെന്നും ശാസ്ത്രത്തിലൂടെയല്ലാതെ അറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ലിബറൽ ഡെമോക്രസിയിൽ നിന്നും അറിവ് വംശീയാധിപത്യത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് നടന്ന ചർച്ചയിൽ സംസ്ഥാന സെക്രട്ടറി ശബരി ഗിരീഷ്, സതീഷ് കൊയിലത്ത്, മാണി പാറേമ്പാട്ട്, ഡോക്ടർ PK നാരായണൻ, മീര ടീച്ചർ, മോഹനൻ ചിറ്റൂർ, കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി അനിൽകുമാർ സ്വാഗതവും മോഹനൻ തേങ്കുറിശി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. FNPO ഒറ്റപ്പാലം ഡിവിഷൻ യാത്രായപ്പ് സമ്മേളനം നടത്തി. INTUC സംസ്ഥാന സെക്രട്ടറി V അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്തു.
പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ വെച്ചാണ് ഫെഡറേഷൻ ഓഫ് നാഷണൽ ഓർഗനൈസേഷൻ ഒറ്റപ്പാലം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സമ്മേളനം നടത്തിയത്. INTUC സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. സമരങ്ങൾ ചെയ്യുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മളൊക്കെ പങ്കെടുത്ത ആളുകളാണ്. അതിന് INTUC ആണ് അന്നും ഇന്നും നേതൃത്വം നൽകിയത്. കോൺഗ്രസ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ പോലും ജീവനക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു പ്രസ്ഥാനമാണ് INTUC. അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണോ എന്ന് നോക്കിയിട്ടല്ല, തൊഴിലാളികൾക്ക് വേണ്ടി, ജീവനക്കാർക്ക് വേണ്ടി ഭരണം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ സമരം ചെയ്ത പാരമ്പര്യമുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമാണ് INTUC. അതാണ് അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും അംഗസംഖ്യകളുള്ള ഒരു തൊഴിലാളി പ്രസ്ഥാനമായി INTUC മാറാൻ കാരണം. BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതോടുകൂടി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സ്വാഗത സംഘം ചെയർമാൻ ഉണ്ണികൃഷ്ണൻ തിരുവാഴിയോട് അധ്യക്ഷനായി. NUGDF അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PU മുരളീധരൻ തപാൽ വകുപ്പും ആധുനികവൽക്കരണവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. തിരൂർ ഡിവിഷൻ സെക്രട്ടറി ഹനീഫ വിരമിച്ചവരെ ആദരിച്ചു. അസിസ്റ്റന്റ് സർക്കിൾ സെക്രട്ടറി സുരേന്ദ്രദാസ് പ്രമോഷൻ പരീക്ഷ പാസ്സായവരെ ആദരിച്ചു. NV വിനോദ് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. K ബാൽദേവ്, സുഭാഷ്, K മെഹബൂബ്, PV മുത്തു, ബാലകൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഹാളിലാണ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. SSLC +2 വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC രാജൻ, RG പിള്ള, ലക്ഷ്മണൻ, MK രാമചന്ദ്രൻ, V വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. ലൈബ്രറി സെക്രട്ടറി KC രാജൻ സ്വാഗതവും ട്രഷറർ MC ശങ്കരൻ നന്ദിയും പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രശാന്ത്, മനോജ്, R മണി, ശ്രീജ ഹരിദാസ്, ലൈബ്രറിയന്മാരായ CK ഗോവിന്ദൻകുട്ടി, M റംല എന്നിവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തോട്ടക്കര ലക്ഷ്മിക്കുട്ടിയമ്മ സ്മാരക പൊതുജന വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. തോട്ടക്കര ALP സ്കൂളിൽ നടന്ന പരിപാടി മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും തിരക്കഥാകൃത്തും സംവിധായകനുമായ ഷമീറിനെയും അഭിനേതാവായ ഷാറൂഖ് കിച്ചുവിനെയും ആദരിച്ചു. വായനശാല ട്രഷറർ അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷനായി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KP സുധീർ, വാർഡ് കൗൺസിലർ ശോഭന, ഇന്ദിര ടീച്ചർ തുടങ്ങിയവർ പരിപാടിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SNDP യോഗം പാലശ്ശേരി ശാഖയ്ക്ക് കീഴിലുള്ള മൈക്രോ സ്വയം സഹായ സംഘങ്ങളുടെ വാർഷികവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പറളി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി SNDP പാലക്കാട് വെസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് എടത്തറ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ശാഖാ പ്രസിഡന്റ് MV അനന്തകൃഷ്ണൻ അധ്യക്ഷനായി. SNDP യോഗം ഡയറക്ടർ TC സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. SNDP വെസ്റ്റ് യൂണിയൻ വനിതാ സംഘം സെക്രട്ടറി K ശശിജ, വൈസ് പ്രസിഡന്റ് R ഉണ്ണികൃഷ്ണൻ, സൈബർ സേന കൺവീനർ സുമേഷ് ചാത്തങ്കണ്ടം, MS സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. പാലശ്ശേരി ശാഖാ സെക്രട്ടറി PD ശശികുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ശ്യാമള ജയരാജ് നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ മഞ്ഞക്കാട് കോങ്കുന്നത്ത് ശ്രീ ബാലഭദ്ര ദേവീക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടന്നു. ക്ഷേത്രം തന്ത്രി തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു മഹാമൃത്യുഞ്ജയ ഹോമം. പൂർവ്വജന്മങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത പാപകർമ്മങ്ങളുടെ ഫലമായി അനുഭവിക്കേണ്ടി വരുന്ന മാനസികവും ശാരീരികവുമായ പ്രയാസങ്ങളിൽ നിന്ന്
മുക്തി ലഭ്യമാക്കുന്നതാണ് മഹാമൃത്യുഞ്ജയ ഹോമമെന്നാണ് വിശ്വാസം. 4 വേദജ്ഞന്മാർ ചേർന്ന് 1008 വീതം ദിവ്യ മന്ത്രോച്ചാരണങ്ങൾ നടത്തി ഹോമകുണ്ഡത്തിൽ അർപ്പിക്കുന്ന ഓരോ തരം ഹവിസ്സുകളും എരിഞ്ഞമരുമ്പോൾ ഭക്തൻ പാപകർമ്മ ഫലങ്ങളിൽ നിന്ന് മുക്തി നേടുമെന്ന് വിശ്വസിച്ചു വരുന്നു. ബാലഭദ്രാദേവി ക്ഷേത്രത്തിൽ തന്ത്രി തീയന്നൂർമന ശ്രീധരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹാമൃത്യുഞ്ജയ ഹോമം നടന്നത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചെർപ്പുളശ്ശേരി മാളിയാട്ടുകുന്നത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നക്ഷത്രവനം ഒരുക്കി. ചെർപ്പുളശ്ശേരി നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT പ്രമീള ഉദ്ഘാടനം ചെയ്തു. നാൾമരങ്ങളെ പരിചയപ്പെടുത്തുക, സംരക്ഷണം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യത്തോടെ തൂത തണൽ പരിസ്ഥിതി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വീട്ടിക്കാട് രാമൻ പൂജാരിയുടെ മാളിയാട്ടുകുന്നത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രാങ്കണത്തിലാണ് നക്ഷത്രവനം ഒരുക്കിയത്. രാമേട്ടൻ പറഞ്ഞു, രാമേട്ടന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു 27 തൈകൾ നടുക എന്നുള്ളത്. അതെന്തായാലും നമുക്കിവിടെ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഈ മരക്കൈ വെച്ചു കഴിഞ്ഞാലും ഇത് സംരക്ഷിക്കേണ്ട ചുമതലയും നമ്മൾക്ക് എല്ലാവർക്കും, നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും ഉണ്ട്. തണൽ പരിസ്ഥിതി കൂട്ടായ്മ കൺവീനറും വനമിത്ര അവാർഡ് ജേതാവുമായ N. അച്യുതാനന്ദനെ പരിപാടിയിൽ ആദരിച്ചു. പ്രസ്തുത പരിപാടിയിൽ അഖില കേരള പൂജാരി സമാജത്തിന്റെ പ്രവർത്തകർ പങ്കെടുത്തു. M. മനോജ് മാസ്റ്റർ, C. കൃഷ്ണദാസ്, TS അഖിൽ, P. സുബീഷ്, ഗോവിന്ദൻകുട്ടി വീട്ടിക്കാട്, MP സുജിത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുവന്നൂരിലെ ED നടപടികൾ തുടക്കം മാത്രമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ അനധികൃത സ്വത്ത് കണ്ടുകെട്ടിയത് സ്വാഗതാർഹം. കരുവന്നൂരിൽ നിന്ന് മറ്റു ബാങ്കുകളിലേക്കും അന്വേഷണമെത്തുമെന്നും ശരിയായ നടപടി ഉണ്ടാകുമെന്നും K. സുരേന്ദ്രൻ. സഹകരണ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഗൂഢാലോചനയെ കേരള സമൂഹം ചെറുക്കുമെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. സഹകാരികൾ വലിയ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി. കുളപ്പുളിയിൽ സർവീസ് സഹകരണ ബാങ്ക് വജ്ര ജൂബിലി സമാപന സമ്മേളനം. പാലക്കാട്ട് കോൺഗ്രസിലെ ഗ്രൂപ്പ് വിഴുപ്പലക്കൽ വീണ്ടും തെരുവിലേക്ക്. DCC പ്രസിഡന്റിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മതിലിലും പരിസരങ്ങളിലും. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഗ്രൂപ്പ് ഭിന്നത പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. വാടനംകുറിശി റെയിൽവേ മേൽപ്പാല നിർമ്മാണം മന്ദഗതിയിലാണെന്ന് പരാതി. സർവീസ് റോഡിന്റെ തകർച്ചയ്ക്കെതിരെ പ്രതിഷേധം ശക്തം. ഭരണാധികാരികളുടെ അനാസ്ഥയ്ക്കെതിരെ BJP പ്രാദേശിക നേതൃത്വം. കേരളശ്ശേരി മങ്കര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ചെമ്പോട്ടി പാലം തകർച്ചയിൽ. പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് BJP കേരളശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി. ചെറുതുരുത്തി പോലീസിന്റെ സാഹസിക നീക്കം. പോക്സോ പ്രതിയെ ഒഡീഷയിലെ മാവോയിസ്റ്റ് കേന്ദ്രത്തിൽ നിന്ന് പിടികൂടി. അറസ്റ്റിലായത് ഒഡീഷ റായ്ഗാഡ് കർലഗാട്ടി സ്വദേശി 29 വയസ്സുള്ള മഹാദേവ് പാണി. ചെറുതുരുത്തിയിൽ വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് വിൽപ്പന നടത്തിയ ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ യുവാവ് പോലീസിന്റെ പിടിയിൽ. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് കാലിൽ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകും. ആനയെ മയക്കുവെടിവെച്ചു. മയക്കുവെടിയേറ്റ കാട്ടാന വനപാലകരുടെ നിരീക്ഷണത്തിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.